കൂടുതൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് തലസ്ഥാന നഗരം പൂർണ്ണ നിരീക്ഷണത്തിലാക്കാൻ സിറ്റി പോലീസ് നടപടി തുടങ്ങി. കവടിയാർ വെള്ളയമ്പലം റോഡിലെ മത്സരയോട്ടം പിടിക്കാൻ രാജ്ഭവന് മുന്നിലും ക്യാമറ സ്ഥാപിക്കും. നിലവിൽ 50ഓളം രഹസ്യ ക്യാമറകളാണ് ട്രാഫിക് മര്യാദകൾ തെറ്റിക്കുന്നവരെ പിടിക്കാനായി പോലീസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ട്രാഫിക് നിയമം ലംഘിച്ചാൽ പോലീസിന്റെ വലയിലാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ഫിക്സ്ഡ് ക്യാമറകളും റഡാർ ക്യാമറകളും റിവോൾവിംഗ് ക്യാമറകളും അടക്കം 50 എണ്ണമാണ് നഗരത്തിൽ വിവിധയിടങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. കവടിയാർ വെള്ളയമ്പലം റോഡിലെ ബൈക്ക് റേസിംഗ് ആണ് പോലീസിന്റെ വലിയ തലവേദന. അതുകൊണ്ട് രാജ്ഭവന് മുന്നിൽ ഉൾപ്പെടെ നഗരത്തിൽ 30 ക്യാമറകൾ കൂടി ഉടൻ സ്ഥാപിക്കും. എങ്കിലും യാത്രക്കാർക്ക് ആശ്വസിക്കാം. നിയമം തെറ്റിച്ചതിന്റെ പേരിൽ ആരുടെയും യാത്ര മുടങ്ങില്ല, വഴിയിൽ തടഞ്ഞു നിർത്തി പിഴയും ഈടാക്കില്ല. നിയമം തെറ്റിച്ചതിന്റെ ഫോട്ടോ സഹിതം പിഴയടയ്ക്കാനുള്ള നോട്ടീസ് വണ്ടിയുടെ RC ഉടമയ്ക്ക് ലഭിക്കും. നേരെ ട്രാഫിക് കൺട്രോൾ റൂമിൽ വന്ന് പിഴയടയ്ക്കാം. പറ്റിയ തെറ്റ് സ്വയം കണ്ട് ബോധ്യപ്പെടാനും അവസരം. എനിക്കൊരു ഇന്റിമേഷൻ ഇവിടെ നിന്ന് കിട്ടി. ഇന്ന ദിവസം വണ്ടി ഓടിച്ചിരുന്നപ്പം ട്രാഫിക് സിഗ്നൽ തെറ്റി എന്നാണ്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പം ക്ലിയർ ഇതാണെന്ന് മനസ്സിലായി. നോക്കിയപ്പോൾ കണ്ടു തെറ്റ് ശരിക്കും തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഏതായാലും ഇത് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് പലതും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ക്യാമറകൾക്കൊപ്പം നഗരത്തിലെ പ്രധാനയിടങ്ങളിൽ അനൗൺസ്മെന്റിനും സൗകര്യമുണ്ട്. പാളയം മാർട്ടിയസ് കോളത്തിന്റെ അവിടെ നിൽക്കുന്ന ട്രാഫിക് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയ്ക്ക് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവരെ കറക്റ്റ് ബസ് സ്റ്റോപ്പിലോട്ട് മാറ്റി നിർത്താൻ ആവശ്യപ്പെടുക. ഫൈൻ ഈടാക്കലല്ല, ബോധവൽക്കരണമാണ് ലക്ഷ്യമെന്ന് പോലീസ്. ഇവിടുന്ന് ഒരു ട്രാഫിക് സിഗ്നൽ വയലേറ്റ് ചെയ്യുന്ന ഒരാളെ വിളിച്ചു വരുത്തി, RC ഓണറെ വിളിച്ചു വരുത്തി അവരെ എന്താണ് അവർ കാണിച്ച ട്രാഫിക് വയലേഷൻ എന്ന് ഈ ക്യാമറയിലിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുകയും കൂടെ ചെയ്യുന്നു. പിന്നെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട സ്നാച്ചിങ് ആയിരുന്നാലും അടിപിടിയായിരുന്നാലും അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളായിരുന്നാലും ഈ ക്യാമറ കിട്ടിയത് പലപ്പോഴും പോലീസിന് അത് പെട്ടെന്ന് ആളെ തിരിച്ചറിയാനും മറ്റുമൊക്കെ ഈ ക്യാമറകൾ ഉപകരിച്ചിട്ടുണ്ട്. ദിനംപ്രതി 200 മുതൽ 250 പേരാണ് ഫൈൻ അടയ്ക്കാനെത്തുന്നത്. ജനങ്ങളെ ദ്രോഹിക്കാതെ നിയമം നടപ്പാക്കുകയാണ് ഇവിടെ പോലീസ്. മനോരമ